പ്രിയയുടെ ഇന്ത്യയുടെ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. സുഭാഷ് ചന്ദ്രൻ, ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ അംഗം സാമുവൽ ജെറോമിനെതിരെയാണ് ഗുരുതര ആരോപണവുമായി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൾ മഹദി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത് അവിടെ? ഞാൻ ഒരു കാര്യം ആദ്യം തന്നെ വിശദീകരിക്കാം, ആദ്യം തന്നെ വ്യക്തമാക്കാം. ആക്ഷൻ കൗൺസിൽ അംഗമല്ല നിലവിൽ സാമുവൽ ജെറോം. അദ്ദേഹം 2024 ഡിസംബറിൽ തന്നെ സ്വമേധയാ ആക്ഷൻ കൗൺസിൽ വിട്ട് പുറത്തു പോയിട്ടുണ്ട്. അപ്പൊ ആക്ഷൻ കൗൺസിൽ അംഗം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത്. അതോടൊപ്പം അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയെയും അതോടൊപ്പം ബാബു ജോൺ എന്ന് പറയുന്ന വ്യക്തിയെയും കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ ഈ ചർച്ചകളുടെ ഭാഗമായി ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എടുത്ത സമീപനങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അന്ന് വന്ന ഉത്തരവ് നിമിഷയുടെ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ട് ഈ താൽക്കാലികമായി വെച്ചുകൊണ്ടുവന്ന ഉത്തരവ് വ്യാജമാണ് എന്ന് വിവിധ ചാനലുകളിൽ വന്നിരുന്ന് പറഞ്ഞതിന്റെ ഭാഗമായി ഞങ്ങൾ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗത്ത് നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഇവരാരും ഇപ്പൊ നിലവിൽ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമല്ല. 2024 ഡിസംബർ തൊട്ടേ സാമുവൽ ജെറോം അദ്ദേഹം ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമല്ല. അദ്ദേഹം സ്വമേധയാ ഞങ്ങൾ രണ്ടാം ഘട്ട പണം ഇപ്പോൾ ഇതിനകത്ത് ആരോപിക്കുന്ന പോലെ $40,000 രണ്ടാം ഘട്ടമായിരുന്നു $20,000 നൽകിയത് അദ്ദേഹത്തിന് ലഭിച്ചതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം സ്വമേധയാ ഇറങ്ങിപ്പോയതാണ്. ഞങ്ങൾ അദ്ദേഹത്തോട് എന്താണ് നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് ചോദിച്ചതിന്റെ ഭാഗമായി ആ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ അദ്ദേഹം സ്വമേധയാ ഇറങ്ങിപ്പോയതാണ്. അതുമായി ബന്ധപ്പെട്ടോട് സൂചിപ്പിക്കാനുള്ളത് രണ്ട്, ഈ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് സ്വാഭാവികമായും ഇതൊരു വിവാദത്തിലേക്കോ അല്ലെങ്കിൽ ഇത്തരത്തിൽ അതിനെ ഒരു വിവാദങ്ങളിലേക്ക് വലിച്ചഴിച്ച് ഞങ്ങളുടെ ശ്രമങ്ങളെ ഡീറെയിൽ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്, ഇപ്പോൾ ഇത്തരം ആരോപണവുമായി വന്നിരിക്കുന്നത് ശ്രീ തലാലിന്റെ കുടുംബം തന്നെയാണ്. ഇക്കാര്യങ്ങൾ ഞങ്ങൾ നേരത്തെ തന്നെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെച്ചിട്ടുള്ളതാണ്. $40,000 ഞങ്ങളിൽ നിന്ന് കൈപ്പറ്റി, $4,000 വിവിധ ഉത്തരവുകൾ ലഭ്യമാക്കാൻ എന്ന രീതിയിൽ ഞങ്ങളിൽ നിന്ന് കൈപ്പറ്റി. ഇതുവരെ കഴിഞ്ഞ 8 വർഷമായി യാതൊന്നും ചെയ്യാതിരുന്ന ഒരു വ്യക്തിയാണ് ഈ സാമുവൽ ജെറോം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ തന്നെ വ്യക്തമാക്കുന്നത് അദ്ദേഹവുമായി യാതൊരു ചർച്ചകളും നടത്തിയില്ല. അവരെ മുൻനിർത്തിക്കൊണ്ട് ഈ പണം സ്വീകരിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ കണ്ട സമയത്ത്, അദ്ദേഹത്തെ കോടതിയിൽ വെച്ച് കണ്ട സമയത്ത്, നിമിഷയുടെ വധശിക്ഷ ശരിവെച്ച സമയത്ത് അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ വരെ സാമുവൽ ജെറോം മുതിർന്നു എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ്. ശോഭജനകമായ വെളിപ്പെടുത്തലാണ്. സ്വാഭാവികമായും ഞങ്ങൾ നേരത്തെ ചോദിച്ചതുപോലെ ഇവർ ആരുടെ കൂടെയാണ്? ഈ നിമിഷയുടെ മാതാവ് ദൗർഭാഗ്യവശാൽ ഇപ്പോൾ സാമുവൽ ജെറോമിന്റെ കൂടെയാണ്. ഞങ്ങൾക്ക് അടിയന്തരമായി അഭ്യർത്ഥിക്കാനുള്ളത്, ഇന്ത്യൻ സർക്കാർ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഈ ഇത്തരത്തിൽ തലാലിന്റെ സഹോദരൻ തന്നെ ഇങ്ങനെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായ സാഹചര്യത്തിൽ നിമിഷയുടെ മാതാവിനെ മടക്കി കൊണ്ടുവരാനുള്ള ശ്രമം ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവണം. അവരുടെ നിലവിലുള്ള ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സംശയാസ്പദമായി ഉയർന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബം തന്നെ സാമുവൽ ജെറോമിന്റെ ഇടപെടലുകളെ തള്ളിപ്പറയുന്ന സാഹചര്യത്തിൽ ഇനി സാമുവൽ ജെറോം, ഞങ്ങൾ മനസ്സിലാക്കുന്നത് സാമുവൽ ജെറോമിന് യമനിൽ തുടരാൻ അധികകാലം കഴിയുകയില്ല. യമൻ സർക്കാർ തന്നെ അത്തരം നടപടികൾ ആരംഭിക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അമ്മയുടെ ജീവനും ഒക്കെ സുരക്ഷയ്ക്കും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് അമ്മയെ അടിയന്തരമായി മടക്കി കൊണ്ടുവരാൻ വേണ്ടി ഇന്ത്യൻ സർക്കാർ തയ്യാറാകണം. ഞങ്ങൾ നിരന്തരമായി സാമുവൽ ജെറോമിനോട് ആവശ്യപ്പെടുന്നതാണ്. അമ്മ തന്നെ തിരിച്ചു വരണമെന്നുള്ള ആവശ്യം പലതവണ ഉന്നയിച്ചിട്ടുള്ളതാണ്, അവരെ ആരോഗ്യപരമായ കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അദ്ദേഹം അവരെ മടക്കി വിടാൻ തയ്യാറായിരുന്നില്ല. അപ്പൊ അടിയന്തരമായി അമ്മയെ മടക്കി കൊണ്ടുവന്ന് ഞങ്ങളിപ്പോൾ തുടർന്നു പോകുന്ന പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായ രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പിന്തുണയോടുകൂടി, അവിടെയുള്ള സൂഫി പണ്ഡിതന്മാരുടെ പിന്തുണയോടുകൂടി ഞങ്ങൾ ആ പ്രവർത്തനം വ്യക്തമാണ്. ശ്രീ അഡ്വക്കേറ്റ് സുഭാഷ്